നമുക്കറിയാം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയമാണ് കോൺഗ്രസും RJDക്കും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഈ മുന്നണി അത് രൂപീകരിക്കപ്പെടുന്നത് തന്നെ ബീഹാറിൽ വെച്ചാണ്. ബീഹാറിൽ വലിയ സമ്മേളനമൊക്കെയായിരുന്നു. അന്ന് കേരളത്തിലെ ഒരുപക്ഷെ ജനം TV ഒഴികെയുള്ള മറ്റു മാധ്യമങ്ങൾ അതൊരു മഹാസംഭവമായി ചിത്രീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ ആ ബീഹാറിൽ വെച്ച് തന്നെ ഒരുപക്ഷെ ഈ സഖ്യം ചിഹ്നഭിന്നമാകും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തോടുകൂടി ഇന്ത്യ സഖ്യത്തിലെ മറ്റു പ്രധാനപ്പെട്ട മുന്നണികൾ ഇതാ കോൺഗ്രസിനെ തള്ളിപ്പറയുകയാണ്. വിശേഷിച്ച് രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറയുകയാണ്. ഇപ്പോൾ സമാജ്വാദി പാർട്ടി പറയുന്നത് രാഹുൽ ഗാന്ധിയെ ഇന്ത്യ സഖ്യത്തിൻ്റെ തലപ്പത്ത് നിന്ന് മാറ്റണം, അവിടേക്ക് സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള അഖിലേഷ് യാദവിനെ കൊണ്ടുവരണം എന്ന് പറയുകയാണ്. നേരത്തെ RJD ഉൾപ്പെടെയുള്ള പല രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസിൻ്റെ ഈ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ വെള്ളിയേട്ടൻ ചമയുന്ന സ്വഭാവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് പരാജയത്തോടുകൂടി കോൺഗ്രസിനെതിരെ ഇന്ത്യ സഖ്യത്തിനകത്ത് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധമുയർന്നു. നാഷണൽ ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. നിഖിൽ, ഇത് സത്യം പറഞ്ഞാൽ വളരെ രസകരമായിട്ടാണ് തോന്നുന്നത്. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപ് നമുക്കറിയാം രാഹുൽ ബീഹാറിൻ്റെ അങ്ങിങ്ങി നടക്കുകയായിരുന്നു. അദ്ദേഹം പുഴയിൽ ചാടുകയായിരുന്നു. വെയിലും മഴയുമേറ്റ് നടക്കുന്നുവെന്ന് കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ വാർത്ത നൽകി. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന സമയത്ത് അതിദയനീയമായ പരാജയം അവിടെ കോൺഗ്രസിനുണ്ടാകുന്നു. ഇതേ തുടർന്നാണോ ഇപ്പോൾ ഈ നേതൃത്വത്തിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ തലപ്പത്ത് നിന്ന് കോൺഗ്രസിനെ മാറ്റി അവിടെ മറ്റ് കഴിവുള്ള പാർട്ടികളെ വെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്? നിഖിൽ, തീർച്ചയായും. അതായത് വെയിലും മഴയും കൊള്ളുകയോ വെറുതെ കുളത്തിൽ ചാടുകയോ ചെയ്തിട്ട് കാര്യമില്ല. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടണം, എന്നാൽ മാത്രമേ വിജയിക്കാനാകൂ എന്ന് ബീഹാർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും കാണാൻ സാധിക്കുന്നത്. ഈ ഒരു NDAയുടെ വിജയത്തിന് തൊട്ട് പിന്നാലെ, ഇന്ത്യ മുന്നണിയുടെ തകർച്ചയ്ക്ക് തൊട്ട് പിന്നാലെ എന്തായാലും രാഹുൽ ഗാന്ധി ഇതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന്, രാഹുൽ ഗാന്ധി എന്നുദ്ദേശിച്ചത് കോൺഗ്രസ് എന്നുദ്ദേശിച്ചത് രാഹുൽ ഗാന്ധി തന്നെയാണ്, കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിയണം എന്ന ആവശ്യം എന്തായാലും ശക്തമാവുകയാണ് എന്നുള്ളതാണ്. ഇതിൽ അഖിലേഷ് യാദവിനെ, സമാജ്വാദി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അഖിലേഷ് യാദവിനെ ഈ ഇന്ത്യ മുന്നണിയുടെ നേതാവാക്കണം എന്നുള്ളതാണ്. അതായത് ഉയർത്തിക്കൊണ്ടുവരുന്നത് അടുത്ത പ്രധാനമന്ത്രി, നമ്മൾ ഇത്രയും നാളും കേട്ടുകൊണ്ടിരുന്നത് ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി എന്നുള്ളതാണ്. അവിടെ നിന്ന് ഭാവി പ്രധാനമന്ത്രിയായി അഖിലേഷ് യാദവിനെ ഭാവി പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടണം എന്നാണ് എന്തായാലും സമാജ്വാദി പാർട്ടി ഇപ്പോൾ പറയുന്നത്. അവർ സെൻട്രൽ MLA ആയിട്ടുള്ള ആളാണ് ഇത്തരത്തിലൊരു ആവശ്യവുമായി എന്തായാലും മുന്നോട്ട് വന്നിട്ടുള്ളത്. രസകരം എന്നതിലുപരി ഇത് ചിന്തിക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. കാരണം ഈ ഒരു ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് എല്ലാ പാർട്ടികളും NDAക്കെതിരെയുള്ള രാജ്യവിരുദ്ധരായിട്ടുള്ള അടക്കമുള്ളവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു മുന്നണി ഉണ്ടാക്കുക, എങ്ങനെയും BJPയെയും ദേശീയ NDAയും ഈ ഒരു ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന ലക്ഷ്യവുമായി വന്ന ഒരു മുന്നണിയാണ്. എല്ലാ പാർട്ടികളും NDA വിരുദ്ധരായിട്ടുള്ള എല്ലാ പാർട്ടികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് രൂപീകരിച്ചൊരു മുന്നണി കൂടിയാണ് എന്തായാലും ഈ ഇന്ത്യ അലയൻസ് എന്നുള്ളത്. ഇന്ത്യ മുന്നണി എന്ന് പറയെങ്കിലും ഇന്ത്യ മുന്നണി എന്ന് തന്നെയാണ്, ഇന്ത്യ അലയൻസ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതിൽ ഇപ്പോൾ വലിയൊരു തമ്മിൽ തല്ല് രൂക്ഷമായിട്ടുണ്ട് എന്നുള്ളതാണ്. മുൻപ് പലപ്പോഴും പല പാർട്ടികളും ഇതിൽ നിന്ന് പോകുന്നൊരു കാഴ്ച കണ്ടിട്ടുണ്ട്, തമ്മിലടി കാഴ്ച കണ്ടിട്ടുണ്ട്. ഒപ്പം ഇതേ ആവശ്യം ഇപ്പോൾ സമാജ്വാദി പാർട്ടി ഉന്നയിച്ച അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അതായത് കോൺഗ്രസ് ഇതിൻ്റെ നേതൃസ്ഥാനം ഒഴിയണം എന്ന് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആര് അതിൽ ആ ഒരു സ്ഥാനത്തേക്ക് വരണം എന്ന് അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ അവർ പറയാൻ സാധ്യത മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തും എന്ന ആവശ്യം എന്തായാലും വരും ദിവസങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ്. ഇതിൽ ഏറ്റവും രസകരമായ അല്ലെങ്കിൽ വളരെ വസ്തുനിഷ്ഠമായ ഒരു കാര്യം നമ്മൾ നോക്കിക്കാണേണ്ടത്, ഈ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം പലപ്പോഴും നമ്മുടെ ജനാധിപത്യത്തിന് എന്തെങ്കിലുമൊക്കെ കോട്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കോട്ടങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. ഉദാഹരണത്തിന് ഇന്ദിരാഗാന്ധി, പലരും പാടിപ്പുകഴ്ത്തുന്ന ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ജനാധിപത്യത്തെ കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങളെ മുഴുവൻ നിഷേധിച്ച ആ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ആദ്യ ശബ്ദമുയർന്ന സംസ്ഥാനം ബീഹാറിലാണ്. അവിടെ നിന്നാണ് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള വലിയ പടയോട്ടം ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ ഉയർന്നു വന്നത്. ഇപ്പോൾ നോക്കൂ, കുടുംബാധിപത്യത്തിനെതിരെയുള്ള വിധിയെഴുത്ത് കൂടിയാണല്ലോ അത്. കാരണം ഒരു ഭാഗത്ത് ലാലുവിൻ്റെ കുടുംബത്തെ ഇല്ലാണ്ടാക്കിക്കൊണ്ടുള്ള വിധിയെഴുത്ത് വരുന്നു, മറുഭാഗത്ത് നെഹ്റു പരിവാറിനുള്ള കൃത്യമായ സന്ദേശം ബീഹാർ നൽകുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരിക്കൽ കൂടി ഇന്ത്യൻ ജനാധിപത്യത്തിൽ മോശമായ എന്തെങ്കിലും ഇപ്പോൾ ശേഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൂടെ ഒരു തിരുത്തൽ വേണം എന്ന സന്ദേശം കൂടിയല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയതിനെങ്കിൽ? അതായത് ഒരു കുടുംബാധിപത്യത്തിന് ഒപ്പം ഒരു കൂട്ടം അധികാര മോഹികൾക്കുള്ള തിരിച്ചടി തന്നെയാണ് ഈ ബീഹാർ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് ഈ ഒരു ബീഹാറിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഹുൽ അടക്കമുള്ള ആളുകൾ ഇവിടെ എങ്ങനെയെങ്കിലും കുറച്ച് സീറ്റുകൾ ഒപ്പിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ തങ്ങൾ പ്രസക്തരാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്തായാലും നടത്തുന്നത്. അതെന്തായാലും പൊളിഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ ഒരു RJDയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ലാലു പ്രസാദിൻ്റെ കുടുംബത്തിൽ തന്നെ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മകനും മകളും അടക്കം അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന
പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ മകൻ എൻ ഡിയിലേക്ക് വരാൻ സന്നദ്ധത അറിയിച്ചു എന്ന കാഴ്ച കണ്ടു. അങ്ങനെ ലാലു ഒറ്റപ്പെടുന്നൊരു കാഴ്ച നമ്മൾ എന്തായാലും കാണുന്നു. ഒപ്പം ഈയൊരു നേരത്തെ പറഞ്ഞതുപോലെ ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിന് നേരെ എന്ത് വെല്ലുവിളി ഉയർന്നാലും അതിൽ ഒരു നിർണായക പങ്ക്, അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിന് നിർണായക പങ്ക് എന്തായാലും ബീഹാർ വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒപ്പം നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ഈ അധികാരമോഹികൾ, ഒരു കൂട്ടം അധികാരമോഹികൾ ചേർന്നുണ്ടാക്കിയ ഒരു മുന്നണിയാണ് ഇന്ത്യ അലയൻസ് എന്നുള്ളത്. ഈ മുന്നണിയിലെ എല്ലാ നേതാക്കൾക്കും തങ്ങൾ പ്രധാനമന്ത്രിയാവണം എന്ന ആഗ്രഹമുള്ള ആളുകളാണത്. രാഹുലാണെങ്കിലും ഒപ്പം അഖിലേഷ് യാദവ് ആണെങ്കിലും തൃണമൂൽ കോൺഗ്രസിൽ മമതാ ബാനർജി ആണെങ്കിലും DMKയിലെ സ്റ്റാലിനാണെങ്കിലും ഇവർക്കൊക്കെ അധികാരത്തിലേക്ക് എത്തണം, അധികാരം മോഹിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മുന്നണി ആരംഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ അധികാരം മോഹിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ, എല്ലാവർക്കും നേതാവാകണം, അതിനുവേണ്ടി ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു മുന്നണി രൂപീകരിക്കുമ്പോൾ അതിൽ കൂട്ടത്തല്ല് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുതന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിലെത്തിയാലും ഇല്ലെങ്കിലും, കാരണം അധികാരത്തിലെത്തിയില്ലെങ്കിൽ നിങ്ങൾ കാരണമാണ് അധികാരത്തിലെത്താഞ്ഞത്, തെരഞ്ഞെടുപ്പ് വിജയിക്കാഞ്ഞത് എന്ന രീതിയിൽ ഈ ഒരു ഇത്തരത്തിലൊരു ഉണ്ടാകുന്നു. ഇനി അധികാരത്തിലെത്തിയാൽ പോലും ആര് നേതാവാകണം എന്ന കാര്യത്തിൽ അപ്പോഴും അടി നടക്കും. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം അടുത്തെങ്ങും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ എന്തായാലും കാണുന്നില്ല. ഇത് തന്നെയാണ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പാർട്ടികൾ ഇത്തരത്തിൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പിണങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗൗതം, ഓക്കെ നിഖിൽ, അത് തന്നെയാണ്. അതായത് ഇന്ത്യ സഖ്യത്തിനകത്ത് വലിയ തമ്മിലടി ഉണ്ടായിരിക്കുകയാണ്. കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് മാറണമെന്ന ആവശ്യമുണ്ടാകുന്നു. വിശേഷിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ വിമർശനം ഉണ്ടാവുകയാണ്. രാഹുലിനെ മാറ്റി ആ സ്ഥാനത്ത് പണിയറിയാവുന്ന ആരെയെങ്കിലും ഒക്കെ വെക്കണമെന്നാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടിയും RJDയും ഒക്കെ പറയുന്നത്. ഏതായാലും ഇന്ത്യ സഖ്യത്തിന് തുടക്കം കുറിച്ച അതേ ബീഹാറിൽ തന്നെ ഇപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഉദയക്രിയയും നടക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം.